സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിൻ ആശ്വാസ കീർത്തനങ്ങൾ. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിൻ ആശ്വാസ കീർത്തനങ്ങൾ. ആലപിക്കാം നമുക്കാരാധിക്കാം, ആത്മാവിൽ ചൈതന്യം ആസ്വദിക്കാം. ആലപിക്കാം നമുക്കാരാധിക്കാം, ആത്മാവിൽ ചൈതന്യം ആസ്വദിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം സ്തുതിക്കപ്പെടട്ടെ. സങ്കീർത്തന പഠന പരമ്പരയിൽ ഇന്ന് നാം 46-ാം സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. ആ സങ്കീർത്തനം വായിച്ചുകൊണ്ട് നമ്മുടെ പഠനം സമാരംഭിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. 11 വാക്യങ്ങൾ ഉള്ള ഈ സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ഒരു ഗീതമാണ്. കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് എന്നും ആശ്വാസവും പ്രചോദനവും നൽകുന്ന ഒരു അനുഗ്രഹീതമായ ഗീതമാണ് 46-ാം സങ്കീർത്തനം. മാർട്ടിൻ ലൂഥർ എന്ന ആ നവോത്ഥാന നായകൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ വേളയിലൊക്കെ താൻ ഈ സങ്കീർത്തനം വായിച്ച് ദൈവസന്നിധിയിൽ ആശ്വാസം കൈക്കൊള്ളുമായിരുന്നു. 46-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അതിൻ്റെ 8-ാം വാക്യത്തിൽ ഒരു സൂചനയുണ്ട്. അതിങ്ങനെയാണ്: വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം, സെൻഹരീബ് എന്ന അസീറിയൻ രാജാവ് സൈനിക സമേതനായി വന്ന് യഹൂദിയ രാജ്യത്തെ ഉപരോധിച്ച് അവർക്ക് ഭീഷണികൾ ഉണ്ടാക്കുകയും അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയും ചെയ്ത വേളയിൽ രാജാവും പ്രജകളും ദൈവസന്നിധിയിൽ വിടുതലിനായി പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവം അവിടെ ഒരു മഹാ അത്ഭുതം ചെയ്ത് അസീറിയൻ സൈന്യത്തെ മുഴുവൻ താറുമാറാക്കി നശിപ്പിച്ച് കളഞ്ഞ് ഭൂമിയിൽ ഒരു ശൂന്യത വരുത്തിയതുപോലെ ആ ശത്രുവിന് മേൽ ജയം നൽകി. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-19 അധ്യായങ്ങളിലാണ് ആ ചരിത്രം സവിസ്തരമായി കൊടുത്തിട്ടുള്ളത്. സെൻഹരീബിൻ്റെ സൈന്യാധിപനായിരുന്ന റാബ്ഷാക്കേ എന്ന മനുഷ്യൻ വന്ന് ഇസ്രായേൽ ജനത്തെ വളരെയധികം പീഡിപ്പിക്കുകയും അവരുടെ ധൈര്യം ക്ഷയിപ്പിക്കത്തക്ക രീതിയിൽ അവരോട് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ദൈവം നിങ്ങളെ വിടുവിക്കുമെന്ന് ഹിസ്കിയാവ് പറയുന്ന, നിങ്ങളുടെ രാജാവ് പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞാണ് അവർ ജനത്തെ ഭീഷണിപ്പെടുത്തിയത്. 2 രാജാക്കന്മാർ 18:32. പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഒലിവെണ്ണയും തേനുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും. യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത്. ജാതികളുടെ ദേവന്മാർ ആരെങ്കിലും തൻ്റെ ദേശത്തെ അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? 19-ാം അധ്യായം 10-ാം വാക്യം:
നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത്, യെരൂശലേം അശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കളയുകയില്ല എന്ന്. നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത്. അശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളിലും ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നീ ഒഴിഞ്ഞു പോകുമോ? റാബ്ഷാക്കേ വന്ന് പറയുകയാണ്, നിങ്ങൾ ഹിസ്കിയാവിൻ്റെ വാക്കിനെ വിശ്വസിക്കരുത്. യഹോവ നിങ്ങളെ വിടുവിക്കുമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഏതെങ്കിലും ദേവന്മാർ അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ജനത്തെ വിടുവിച്ചിട്ടുണ്ടോ? യഹോവയ്ക്കും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിങ്ങളെ വിടുവിക്കാൻ കഴിയുകയില്ല എന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, അവരുടെ ധൈര്യം കെടുത്തുകയാണ്. പക്ഷേ ജനം മിണ്ടാതിരുന്നു. നിങ്ങൾ മിണ്ടാതിരിക്കണമെന്ന് യഹൂദ ജനത്തിന് രാജകൽപ്പന ഉണ്ടായിരുന്നത് കൊണ്ട് അവർ മിണ്ടാതിരുന്നു. ദൈവം വിജയം നൽകി. ആ വേളയിൽ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടിയ പാട്ടാണ് 46-ാമത്തെ സങ്കീർത്തനം. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം നമുക്ക് സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പഠന സൗകര്യത്തിനായി ഈ സങ്കീർത്തനത്തിലെ ചിന്തകളെ നാം 3 തലക്കെട്ടുകളിൽ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവുമായി ബന്ധപ്പെടുത്തിയ 3 ചിന്തകൾ. ഒന്ന്, കഷ്ടകാലത്ത് ദൈവം നമുക്ക് തുണയായി വരും എന്നുള്ളതാണ്. കഷ്ടകാലത്ത് തുണയായ ദൈവം 1-ാം വാക്യം തന്നെയാണ് ആ സന്ദേശത്തിൻ്റെ ആപ്തവാക്യം. ദൈവം നമുക്ക് സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. റാബ്ഷാക്കയുടെ വാക്ക് ജനത്തിന് വലിയ കഷ്ടതയുണ്ടാക്കി. ആ ഉപരോധം മൂലം ജനം വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി. പക്ഷെ അവർ പറയുകയാണ്, കഷ്ടകാലത്ത് തുണയായി വരുന്ന ഒരു ദൈവമുണ്ട്. ഭീഷണിയും ശാസനയും ഒക്കെ ഉയർന്നു വന്നപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് ഒരു സങ്കേതമായി വെളിപ്പെടുകയാണ്. സങ്കേതം എന്ന വാക്കിന് പഴയ നിയമത്തിലെ സങ്കേത നഗരങ്ങളുമായി ബന്ധമുണ്ട്. അബദ്ധവശാൽ ഒരു കൊല ചെയ്ത മനുഷ്യന് ഓടിപ്പോയി രക്ഷപ്പെടുവാൻ യോർദാൻ അക്കരയും ഇക്കരയുമായി 6 സങ്കേത നഗരങ്ങൾ ദൈവം അനുവദിച്ചു നൽകിയിരുന്നു. ആ സങ്കേത നഗരത്തിൽ ഓടിക്കയറിയാൽ പിന്നെ പ്രതിയോഗിക്ക് അവനെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോഴത്തെ മഹാപുരോഹിതൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും ആ സങ്കേത നഗരത്തിൽ അഭയം തേടിയവനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇവിടെ ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ പാടുന്നത്, കോരഹപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ പാടുന്നത്, ദൈവം നമുക്ക് സങ്കേതമാണ്. ദൈവമാകുന്ന സങ്കേതത്തിൽ അഭയം ചൊല്ലുന്ന ഒരുവനെയും ഒരു ശത്രുവിനും നശിപ്പിക്കാൻ സാധ്യമല്ല. കർത്താവിന് മഹത്വം. യോവേൽ പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യം: യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം ഭക്തന്മാർക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾ നോക്കണം. 2-ാം വാക്യം: അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, ചിലപ്പോൾ ഈ നാം നിൽക്കുന്ന ഭൂമി മാറിപ്പോയേക്കാം. കുലുങ്ങുന്ന ചില അനുഭവങ്ങൾ നോക്കൂ. പർവ്വതങ്ങൾ കുലുങ്ങിയേക്കാം, സമുദ്രം ഇരച്ചു കലങ്ങിയേക്കാം. പർവ്വതങ്ങളും കുന്നുകളും കുലുങ്ങി സമുദ്രമധ്യേ വീണു എന്ന് വന്നേക്കാം. അതിലെ വെള്ളം ചിലപ്പോൾ ഇരച്ച് കലങ്ങി പൊന്തി വന്നു എന്ന് വന്നേക്കാം. എങ്കിലും നാം കുലുങ്ങുകയില്ല. കുലുങ്ങുന്ന പല കാര്യം, ഭൂമി കുലുങ്ങും, പർവ്വതങ്ങൾ കുലുങ്ങും, രാജ്യങ്ങൾ കുലുങ്ങും, എങ്കിലും നാം കുലുങ്ങുകയില്ല. എന്താ കാര്യം? ഈ ഭൂമിയെയും രാജ്യങ്ങളെയും പർവ്വതങ്ങളെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം നമുക്ക് സങ്കേതമായി, നമുക്ക് ദുർഗമായി, നമുക്ക് ബലം തരുന്നവനായി കൂടെയുള്ളത് കൊണ്ട് നാം കുലുങ്ങിപ്പോകയില്ല. കർത്താവിന് മഹത്വം. സൻഹരീബിൻ്റെയും റാബ്ഷാക്കയുടെയും ഭീഷണി എന്ന ഈ വലിയ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന 4 പദപ്രയോഗങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട്. ഞാനതൊന്ന് വായിക്കാം. 5-ാം വാക്യം: ദൈവം അതിൻ്റെ മധ്യേയുണ്ട്. 7-ാം വാക്യം: യഹോവ നമ്മോട് കൂടെയുണ്ട്. 7-ാം വാക്യം: ദൈവം നമ്മുടെ ദുർഗമാകുന്നു. 5-ാം വാക്യം: ദൈവം അതിനെ സഹായിക്കും.
അപ്പോൾ ദൈവം സഹായിക്കും, ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ദൈവത്തിൻ്റെ സമാധാന നിയമം നമ്മെ വിട്ടുമാറുകയില്ല. ആകയാൽ നാം കുലുങ്ങിപ്പോകുകയില്ല. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഇമാതിരിയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എബ്രായ ബാലന്മാർ തീച്ചൂളയിൽ വീണു, അല്ലേ? അവരെ കെട്ടിയവരുടെയും തീച്ചുളയിൽ ഇട്ടവരുടെയും ലക്ഷ്യം അതിൽ തന്നെ കിടക്കണമെന്നായിരുന്നു. അതിൽ വെന്തെരിഞ്ഞ് അമർന്ന് ചാരമായി മാറണമെന്നായിരുന്നു. എന്നാൽ ലോകം കാണാത്ത ഒരുവൻ നാലാമനായി അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു, അവരോടുകൂടെ നടക്കുകയുണ്ടായി. ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. യോസഫിൻ്റെ ഒരു ജീവിതം നോക്കണം. അദ്ദേഹം ചെയ്യാത്ത തെറ്റിന് പലമാതിരിയുള്ള കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. സഹോദരന്മാരുടെ അസൂയയും പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ ദുരാരോപണവും ഒക്കെ തന്നെ തളർത്തിയതാണെങ്കിലും തിരുവെഴുത്തിൽ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലും 22-23 വാക്യങ്ങളിലുമായി 4 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു പദം, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ചിന്തകൾ ഒന്ന് വിവരിച്ചോട്ടെ. യോസഫിൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളിൽ ദൈവം അവന് തുണയായി വെളിപ്പെട്ട ചില പ്രത്യേക ചിന്തകളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ ആ കഷ്ടങ്ങളുടെ നടുവിൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന 4 പദപ്രയോഗങ്ങളുണ്ട്. ഞാനതിൻ്റെ സന്ദർഭം ഒന്ന് പറയാം. കഷ്ടതകൾ എന്ന ആ അനുഭവം യോസഫിനെ വല്ലാതെ തളർത്തി. ഒരിക്കൽ അവനെ ഉപദ്രവിച്ച സഹോദരന്മാർ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് നാം നമ്മുടെ സഹോദരനോട് ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കേട്ടില്ലല്ലോ. ഉൽപ്പത്തി 42-21. താൻ സഹിച്ച കഷ്ടതകളെക്കുറിച്ചുള്ള ആവലാതികൾ യോസഫിൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ പോലും ആ കഷ്ടതയെക്കുറിച്ച് താൻ ഉരുവിടുന്നത്. ഉൽപ്പത്തി പുസ്തകം 41-51-52 വാക്യം, എൻ്റെ സകല കഷ്ടങ്ങളും മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ആദ്യജാതൻ അവൻ മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ടാമന് എഫ്രൈം എന്ന് പേരിട്ടു. നോക്കിക്കേ, കുഞ്ഞിന് പേരിടുമ്പോൾ പോലും താൻ അനുഭവിച്ച കഷ്ടതകളുടെ പ്രകമ്പനം യോസഫിൻ്റെ മനസ്സിൽ മറയാതെ നിൽക്കുകയാണ്. പക്ഷേ ആ കഷ്ടതകളുടെ വേളയിലും ദൈവം അവന് അടുത്ത തുണയായിട്ടുണ്ടായിരുന്നു. 39-ാം അധ്യായത്തിൽ 4 ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഞാൻ ആ വേദഭാഗ്യങ്ങൾ നിങ്ങൾക്കായി ഉദ്ധരിക്കട്ടെ. 39-ാം അധ്യായം 2-ാം വാക്യം, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ വാക്യം, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും കണ്ടു. ദൈവത്തിന് മഹത്വം. 3 അതിൻ്റെ ഉൽപ്പത്തി 39-22 വാക്യം, യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവന് ഉത്തരവാദിത്തങ്ങൾ നൽകുകയാണ്. ഉൽപ്പത്തി 39-23 4-ാമത്തെ വാക്യം നാം വായിക്കുന്നത്, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാക്കി. സ്തോത്രം. യഹോവ അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി, അവൻ ചെയ്യുന്നതൊക്കെയും സാധിപ്പിക്കപ്പെട്ടു. അവനെ ഒരു മേലധികാരിയെപ്പോലെ കാരാഗൃഹ പ്രമാണി കാരാഗൃഹത്തിൽ ഉയർത്തിയെടുക്കുന്നു. അവൻ ചെയ്യുന്നതൊക്കെയും ദൈവം സഫലമാക്കുന്നു. കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഗിദെയോനോട് ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. കഴിഞ്ഞ 7 വർഷമായി അവർ വിതയ്ക്കുന്നത് മിദ്യാന്യരും കിഴക്ക് ദേശക്കാരും കൊയ്തുകൊണ്ട് പോകുകയാണ്. പക്ഷേ ദൈവിക ബലമാർജിച്ചുകൊണ്ട് കൊയ്ത്തിനായി മുന്നോട്ട് പോയ യെരുബ്ബാൽ എന്ന ഗിദെയോനോട് ദൈവം പറയുകയാണ്, ദൈവം നിന്നോട് കൂടെയുണ്ട്.
അതെ, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മിദ്യാന്യ ശക്തികളുടെ മേൽ അവൻ ജയം നേടിയത്. ഉൽപ്പത്തി 28:15 ദൈവം യാക്കോബിനോട് പറഞ്ഞു, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു ദൂത് പറയാം. കാട്ടിൽ ലൂസ് എന്ന സ്ഥലത്ത് അവൻ തലയിണ വെച്ച് ഉറങ്ങുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഈ രാജ്യത്തേക്ക് ഞാൻ നിന്നെ മടക്കി വരുത്തും. ഒരു കുഗ്രാമം, അധികമാരും അറിയാത്തൊരു സ്ഥലം, പക്ഷേ ഭാവിയിൽ ഇതൊരു രാജ്യമായി മാറുമെന്നും ഈ യാക്കോബിൻ്റെ തലമുറ ആ രാജ്യത്തെ ജനതയായി ഉയർത്തപ്പെടുമെന്നും ദൈവം അന്നേ കണ്ടിരുന്നു. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് നന്മയ്ക്കായി കൂടെ ഉണ്ടായിരുന്നു. യിരെമ്യാവിനോട് ദൈവം ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാപ്രവചനം 1:7-19 പുതിയ നിയമത്തിൽ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ വലിയ കടൽക്ഷോഭം നമുക്കറിയാം. അദ്രിയ കടലിൽ 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അവർ നട്ടം തിരിയുകയാണ്. ആ ചുഴിയിൽ അവർ വല്ലാതെ ഭാരപ്പെടുകയാണ്. പക്ഷേ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എൻ്റെ അരികെ നിന്നു എന്നാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഭക്തന്മാരെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ വേളയിൽ ആസ്വദിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെയും ജീവിതത്തിൽ കഷ്ടതയിൽ നിന്നെ വിടുവിക്കാൻ യേശു കർത്താവ് നിനക്ക് തുണയായി ഇറങ്ങി വരും. കർത്താവിന് മഹത്വം. കുലുങ്ങുന്ന പലതിനെയും നമ്മൾ ഇവിടെ കണ്ടു, അല്ലേ? ഭൂമി കുലുങ്ങുന്നു, രാജ്യങ്ങൾ കുലുങ്ങുന്നു, പർവ്വതങ്ങൾ കുലുങ്ങുന്നു, അതിലെ വെള്ളം ഇരച്ചു കലങ്ങുന്നു. പക്ഷേ നാം കുലുങ്ങുകയില്ല. കാരണം നമ്മെ ഉറപ്പിച്ചു നിർത്താൻ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. കർത്താവിന് മഹത്വം. ദൈവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ ചിന്ത, ദുഃഖത്തിൽ സന്തോഷം തരുന്ന ദൈവം എന്നുള്ളതാണ്. ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകും. പക്ഷേ ആ ദുഃഖത്തിൽ നാം മുങ്ങി തകർന്നു പോകാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് സന്തോഷത്തിൻ്റെ നീരുറവകൾ തുറന്നു തരും. കർത്താവിന് മഹത്വം. വാക്യം 4, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. സ്തോത്രം. ഒരു നദിയുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച എന്താ? സമുദ്രം ഇരച്ച് കലങ്ങുകയാണ്. പർവ്വതങ്ങൾ കുലുങ്ങി അതിലേക്ക് വീണപ്പോൾ അതിലെ വെള്ളം ഇരമ്പി മറിയുകയാണ്. പക്ഷേ ദൈവസന്നിധിയിലുള്ളത് കലങ്ങി മറിയുന്ന സമുദ്രമല്ല, ശാന്തമായി ഒഴുകുന്ന ഒരു കൈത്തോടാണ്. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറപ്പെട്ടൊഴുകിയ ഒരു നദിയുടെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. ഒരു നദിയായിരുന്നു, പക്ഷേ അത് പിന്നീട് 4 ശാഖകളായി പിരിഞ്ഞു. ആ നദി ഒഴുകിച്ചെന്നിടത്തെല്ലാം ഫലഭൂഷ്ടത ഉണ്ടായി. കർത്താവിന് സ്തോത്രം. അത് ഇരമ്പി മറിയുന്ന ഒരു സമുദ്രമല്ല, ശാന്തമായി ഒഴുകുന്ന ഒരാനന്ദ നദിയാണ്. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ ആലയത്തിന് പുറപ്പെട്ടൊഴുകുന്ന ഒരു നദിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ആമേൻ. ആ നദി ചെല്ലുന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കുന്നു. അത് പഥ്യമായി മാറുന്നു. അതിൻ്റെ തീരങ്ങളിൽ വിവിധ ഇനം മത്സ്യങ്ങളെ പിടിക്കുന്ന മത്സ്യബന്ധനക്കാരെ നാം കാണുന്നു. ഫലം നൽകുന്ന പലവിധ സസ്യങ്ങൾ, ചെടികൾ വളരുന്നതായി നാം കാണുന്നു. അതെ, ദൈവത്തിൻ്റെ സന്നിധിയിലെ ആ ആനന്ദ നദി നമുക്ക് ഫലവും പ്രത്യാശയും നൽകിത്തരുന്നതാണ്. നദിയെക്കുറിച്ച് പുതിയ നിയമത്തിലെ ഒരു ചിന്തയാണ് യോഹന്നാൻ 7:37 മുതലുള്ള വാക്യങ്ങൾ യേശു പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. വേദപുസ്തകത്തിൽ ഈ ആനന്ദ നദിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അതൊരു ആശ്വാസത്തിൻ്റെ നദിയായിട്ടാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഏദനിൽ നിന്നൊഴുകിയ നദി, യെഹെസ്കേൽ 47-ാം അധ്യായത്തിൽ ആലയത്തിന് പുറപ്പെട്ടൊഴുകിയ നദി, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ
പറഞ്ഞ ആ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നൊഴുകുന്ന നദി, അതൊക്കെ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും പ്രതീകങ്ങളായിട്ടാണ് തിരുവെഴുത്തിൽ കൊടുത്തിട്ടുള്ളത്. ദൈവത്തിന് മഹത്വം. മരുഭൂമിയിൽ ഹാഗാറിനും ഇസ്മായേലിനും വേണ്ടി ദൈവം ഉറവ് തുറന്നു. ലേഹിയിൽ ശിംശോന് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നു. വേദപുസ്തകത്തിലെ വാക്യം ഇങ്ങനെയാണ്: അവൻ വഴിയേരികയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ്റെ തല ഉയരും. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മചൈതന്യത്തെയാണ് ഈ നദി എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു ചിന്ത കൂടി. ആ നദി അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ നിവാസം എന്ന പദം നമ്മെയാണ് കാണിക്കുന്നത്. തിരുവെഴുത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ: നിങ്ങളെയും അവനിൽ ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിത് വരുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 3-6 പൗലോസ് വ്യക്തമാക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, മന്ദിരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിവാസം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ. 3, ഭയത്തിൽ ധൈര്യം തരുന്ന ദൈവം എന്നുള്ളതാണ്. വാക്യം 10, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. സൻഹരീബിൻ്റെ സേനാനായകനായ റാബ്ഷാക്കെ പറഞ്ഞ ആ ഭീഷണിയുടെ വാക്ക് പ്രാരംഭത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. യഹോവ നിങ്ങളെ ചതിക്കരുത്, യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറയുന്ന ഹിസ്കിയാവിൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കരുതെന്നാ. ജനം തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം അവനോട് നിങ്ങൾ ഒന്നും പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ വായിച്ചത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നാം മിണ്ടാതിരിക്കണം. ഒരു ദൈവമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ആ ദൈവം നമുക്ക് വേണ്ടി മിണ്ടിക്കൊള്ളും. ആ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി ഇടപെട്ടുകൊള്ളും. ആ ദൈവം നമുക്ക് വേണ്ടി വാദിക്കേണ്ടവരോട് വാദിച്ചുകൊള്ളും, സംസാരിച്ചുകൊള്ളും. ആകയാൽ നാം മിണ്ടാതിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഈ ശബ്ദം പല വേളകളിൽ നമ്മൾ കാണുന്നുണ്ട്. ചെങ്കടലിൻ്റെ തീരത്ത് ഇസ്രായേൽ മക്കൾ പിറുപിറുക്കുകയാണ്. കാരണം ഫറവോന്റെ സൈന്യം പിന്നാലെ വരുന്നു, അവരെ കൊന്നു തള്ളും എന്ന ആ മരണഭീഷണിയെ അലട്ടുന്ന വേളയിൽ ദൈവനിയോഗപ്രകാരം മോശ ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഇന്ന് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ചില വേളകളിൽ ദൈവപ്രവൃത്തി കാണുവാൻ നാം മിണ്ടാതിരിക്കണം. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി മിണ്ടിക്കൊണ്ടേയിരിക്കും. ദൈവം നമുക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടേയിരിക്കും. കർത്താവിന് സ്തോത്രം. തിരുവെഴുത്തിലെ ഈ വാചകങ്ങൾ എന്നുമെന്നും നമുക്ക് ഭയങ്ങളുടെ നടുവിൽ ധൈര്യം നൽകി തരുന്നതാണ്. വേദപുസ്തകത്തിൽ ഏതാണ്ട് 366 പ്രാവശ്യം ദൈവം തൻ്റെ ജനത്തോട് അരുളി ചെയ്യുന്ന ധൈര്യത്തിൻ്റെ സന്ദേശമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. അതിൻ്റെ 6-9 വാക്യങ്ങളിൽ ദൈവം എന്ത് ചെയ്തു എന്നാണ് വായിക്കുന്നത്. എന്താണ് ദൈവം ചെയ്തത്? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അശൂർ സൈന്യം മണൽത്തരി പോലെ വന്ന് നിരന്നതല്ലേ. എന്നാൽ ദൈവം അന്ന് രാത്രി ഒരു ദൂതനെ അവിടേക്ക് അയച്ചു. ദൂതൻ ചെന്ന് അശൂർ പാളയത്തിലെ 1,85,000 ശത്രുക്കളെ നിഗ്രഹിച്ചു കളഞ്ഞു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരെല്ലാം ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ആ ദൈവപ്രവൃത്തി ഭൂമിയിലൊക്കെയും ശത്രുക്കളുടെ മേൽ ദൈവം ശൂന്യത വരുത്തിയ ആ ദൈവപ്രവൃത്തി കണ്ട് അവർ സന്തോഷത്തോടെ ദൈവത്തിന് പാട്ടുപാടുകയാണ്. 46-ാം സങ്കീർത്തനമാണ് ഇന്ന് നാം ചിന്തിച്ചത്. അസീറിയൻ രാജാവായ സൻഹരീബും തൻ്റെ സൈന്യാധിപനായ റാബ്ഷാക്കെയും ഒരു വലിയ സൈന്യവും വന്ന് യഹൂദയ്ക്ക് ചുറ്റും ഉപരോധം സൃഷ്ടിച്ച് അവരെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹിസ്കിയാവും യെശയ്യാവും ഒക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ ജനത്തിന് വേണ്ടി ഒരു മഹാത്ഭുതം ചെയ്തു. ഒരു ദൂതൻ ചെന്ന് 1,85,000 ശത്രുക്കളെ നിഗ്രഹിച്ചു. 3 പ്രധാന ചിന്തകളാണ് നാം കണ്ടത്. 1, കഷ്ടതയിൽ തുണയാകുന്ന ദൈവമാണ്. യോസെഫിൻ്റെ ജീവിതത്തിൽ ദൈവം തുണയായി വന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവന് ലഭിച്ച 4 അനുഗ്രഹങ്ങൾ നാം കണ്ടു. അവൻ കൃതാർത്ഥനായി മാറി. അവൻ ചെയ്യുന്നതൊക്കെയും സാധിപ്പിക്കുന്നു. അവനെ മേലധികാരിയാക്കി ദൈവം ഉയർത്തുന്നു. അവനോടുകൂടെ ദൈവമുണ്ടെന്ന് കാരാഗ്രഹ പ്രമാണി അനുഭവങ്ങളിലൂടെ അറിയുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് പിന്നത്തേതിൽ അനുഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കും.
കർത്താവിന് മഹത്വം. രാജ്യം കുലുങ്ങുന്നു, ഭൂമി കുലുങ്ങുന്നു, പർവ്വതങ്ങൾ കുലുങ്ങുന്നു, എല്ലായിടത്തും ഇളക്കങ്ങളാണ്. പക്ഷേ നാം ഉറച്ചു നിൽക്കുന്നു. കാരണമെന്ത്? നാം കുലുങ്ങിപ്പോകയില്ല. കാരണമെന്ത്? അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അത് കുലുങ്ങാതിരിക്കും. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ കുലുങ്ങുവാൻ ദൈവം അനുവദിക്കുകയില്ല. തീർച്ചയായും ദൈവം നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുക തന്നെ ചെയ്യും. ദൈവത്തിന് മഹത്വം. 2, ദുഃഖത്തിൻ്റെ വേളയിൽ നമ്മൾ ഹൃദയത്തിന് ആശ്വാസം തരുന്ന ഒരാനന്ദ നദിയുണ്ട്. പ്രക്ഷുബ്ധമായ വേളകളിൽ ഇരമ്പിമറിയുന്ന ആ സമുദ്രത്തിൻ്റെ നടുവിലും മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തൂടെ ഒരാനന്ദത്തിൻ്റെ ചൈതന്യമുള്ള നദി ഒഴുകുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പമേറിയ ശബ്ദം അവിടെയും നമുക്ക് ആശ്വാസം പകർന്നു തരും. വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന നദിയാണ്. പുതിയ നിയമത്തിൽ ദൈവം വസിക്കുന്ന നിവാസം ഞാനും നിങ്ങളുമാണ്. അത് ജീവനുള്ള കല്ലുകൾ കൊണ്ട് പണിതുണ്ടാക്കിയ ഒരാത്മീയ ഗ്രഹമാണ്. ഈ ആത്മീയ മന്ദിരമാകുന്ന നമ്മുടെ അകത്ത് എന്നും കുളിർമയും ചൈതന്യവും നൽകിത്തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നീർത്തളി നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. കർത്താവിന് മഹത്വം. 3, ഭയത്തിൽ ധൈര്യം തരുന്ന ദൈവം എന്നുള്ളതാണ്. സൻഹരീബിൻ്റെ ഈ ഉപരോധം വന്നപ്പോൾ ഹിസ്കിയാവ് ആദ്യം ചെയ്തത് ആലയത്തിൽ നിന്ന് 300 ശേക്കൽ വെള്ളിയും 30 ശേക്കൽ പൊന്നും എടുത്തു കൊടുത്തു. ഈ ദ്രവ്യം കിട്ടുമ്പോഴെങ്കിലും ഈ യുദ്ധക്കൊതിയൻ മടങ്ങിപ്പോകട്ടെ എന്ന് കരുതി. പക്ഷേ അയാൾ മടങ്ങിപ്പോയില്ല. പിന്നെയും വന്ന് സൈനികരുമായി വന്ന് ജനത്തെ ഭീഷണിപ്പെടുത്തി. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതെ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. തീച്ചൂളയിലേക്ക് ബാലന്മാരെ വലിച്ചെറിഞ്ഞില്ലേ? അവരുടെ കൈയും കാലും കെട്ടിയവരുടെയും അവരെ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞവരുടെയും ലക്ഷ്യം അവർ അതിൽ തന്നെ കിടക്കണമെന്നായിരുന്നു. എന്നാൽ 4-ാമനായ ഒരുവൻ ഇറങ്ങി വന്ന്, കഷ്ടങ്ങളിൽ അടുത്ത തുണയായ കർത്താവ് ഇറങ്ങി വന്ന് അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു മാറ്റി എന്ന് മാത്രമല്ല, തീച്ചൂളയിലൂടെ ദൈവം അവരെ നടത്തുകയും ചെയ്തു. ആകയാൽ ദൈവത്തിൻ്റെ മക്കളെ, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. താറുമാറാകുന്ന സന്ദർഭത്തിലും ശുഭാപ്തിയുടെ ചിന്തകളാണ് 46-ാം സങ്കീർത്തനം നമുക്ക് തരുന്നത്. നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുകയാണോ? ഈ സങ്കീർത്തനം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. താറുമാറായ നിങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് ചൈതന്യത്തിൻ്റെ നീർത്തളിയുമായി കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരും. സംരക്ഷണത്തിൻ്റെ സാന്നിധ്യവുമായി യേശു ക്രിസ്തു ഇറങ്ങി വരും. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി വരും. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. ശബ്ദം പിൻപിൽ കെട്ടിടും സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും